തിരുവനന്തപുരം വർക്കലയിൽ ലഹരി സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന്റെ പകയിൽ വയോധികനെ വെട്ടിക്കൊന്നു. താഴെവെട്ടൂർ സ്വദേശി 60 വയസ്സുകാരനായ ഷാജഹാനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമി സംഘത്തിലെ ഒരാൾ പോലീസ് പിടിയിലുമായിട്ടുണ്ട്. തീരദേശ മേഖലയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ഷാജഹാനും ബന്ധുവായ മത്സ്യത്തൊഴിലാളിയും ചേർന്ന് വർക്കല പോലീസിനെ അറിയിച്ചിരുന്നു. ഇന്നലെ ഉച്ചയോടെ സ്ഥലത്തെത്തിയ പോലീസ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. പരാതി നൽകിയതിലെ വൈരാഗ്യം കാരണം ലഹരി മാഫിയ സംഘം കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ബന്ധുവായ മത്സ്യത്തൊഴിലാളിയെ മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും വർക്കല പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് 6 അംഗ സംഘം വയോധികനെ ആക്രമിച്ചത്. ഷാജഹാൻ കടൽ തീരത്ത് കൂടി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ പതുങ്ങിയിരുന്ന സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. തലക്ക് ആഴത്തിൽ മുറിവേറ്റ് അബോധാവസ്ഥയിലായിരുന്ന വയോധികനെ വർക്കല താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടൂർ ആശാമുക്ക് സ്വദേശിയായ ജാസിം, താഴെവെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹ്, സെയ്താലി, ആഷിർ എന്നിവരെ പ്രതികളാക്കി വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 5ാം പ്രതിയായ ആഷിർ പോലീസ് കസ്റ്റഡിയിലാണ്. മറ്റു പ്രതികൾക്കായി വർക്കല പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് രാത്രിയായ ഇന്നലെ രാത്രിയാണ് ലഹരി സംഘം വയോധികനെ വെട്ടിക്കൊന്നത്. ഇന്നലെ ഉച്ചക്ക് 3 അംഗ സംഘം താഴെവെട്ടൂർ പള്ളിക്ക് സമീപത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഷാജഹാൻ പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മറ്റു 4 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവ സമയം ഇവർ ലഹരിയും മദ്യവും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആൾ മൊഴി നൽകിയിട്ടുള്ളത്. സംഭവസ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഷാജഹാൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ 5 പേർ കൂടാതെ മറ്റുപേരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ലഹരി മാഫിയ സംഘത്തിനെ കൂടി പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.